ഹലോ ഫ്രണ്ട്സ്, ഇന്ന് രാവിലെ തന്നെ നല്ല മഴയാണ് കേട്ടോ അവിടെ. പിന്നെ സ്കൂളില്ലാത്തതുകൊണ്ട് തന്നെ പാറക്കുട്ടിയും അവളെ കുഞ്ഞേച്ചിയും കുറച്ച് നേരമാക്കിയിട്ടാണ് എണീച്ചത്. അപ്പോൾ ആൾ ചേച്ചിക്ക് പല്ല് തേക്കാൻ വേണ്ടിയിട്ട് പേസ്റ്റും ബ്രഷൊക്കെ എടുത്തുകൊണ്ട് കൊടുക്കുകയാണ്. പക്ഷേ ചേച്ചിക്ക് അതൊന്നും വലിയ ഇഷ്ടമായിട്ടില്ല. ഞാൻ എണീപ്പിച്ചത് തന്നെ ഇഷ്ടമായില്ല. അങ്ങനെ ഒരു പിണങ്ങിയ രീതിയിലാണ് ആൾ അവിടെ ഇരിക്കുന്നത്. അപ്പോൾ നോക്കിയപ്പോൾ നമ്മുടെ പേസ്റ്റ് തീർന്ന വിവരം അച്ഛനോട് പറയാൻ മറന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പേസ്റ്റിൻ്റെ ആത്മാവ് പിഴിഞ്ഞിട്ടാണ് കേട്ടോ ഒന്ന് പല്ല് തേക്കുന്നത്. പാറക്കുട്ടിയും അതേപോലെ തന്നെയാണ് കേട്ടോ. അവളും അതേപോലെ രണ്ടാളും കൂടെ പിടിയും വലിയാണ്. ആർക്കാണ് ഇത് ആദ്യം കിട്ടുക എന്നുള്ളൊരു മത്സരം പോലെയാണിത്. ഏതായാലും അവിടെ കുഞ്ഞേച്ചിയൊക്കെ കുറച്ച് പേസ്റ്റൊക്കെ എങ്ങനെയൊക്കെയോ പിഴിഞ്ഞെടുത്ത് കൊടുത്തിട്ടുണ്ട്. അത് ചേച്ചിയുടെ ബ്രഷാണെന്ന് പിന്നീടാണ് മനസ്സിലായത് കേട്ടോ. ഈ യെല്ലോ ബ്രഷാണ് പാറക്കുട്ടീൻ്റെ ബ്രഷ്. അപ്പോൾ അവൾ തന്നെ ഒരുവിധം ഞെക്കി പിഴിഞ്ഞ് ആ പേസ്റ്റ് ബ്രഷിലാക്കിയിട്ടുണ്ട്. നമ്മുടെ കുഞ്ഞേച്ചീൻ്റെ മുഖം എപ്പോഴും വാടി തന്നെയാണ് കേട്ടോ ഇരിക്കുന്നത്. ഒന്നാമത് നേരത്തെ എണിച്ചതിൻ്റെ ഒരു വിഷമമാണ് മുഖത്ത് കാണുന്നത്. പുറത്ത് മഴ പെയ്തുകൊണ്ടിരിക്കുന്നതാണ്. എന്നാലും നേരത്തേനേക്കാളും കുറച്ച് മഴ ഇപ്പം കുറഞ്ഞിട്ടുണ്ട്. പാറക്കുട്ടി പല്ലുമായിട്ടുള്ള യുദ്ധം തുടങ്ങിയിട്ടുണ്ട്. ബ്രഷും പല്ലുമായിട്ടുള്ള യുദ്ധം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ മഴ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ പല്ല് തേച്ചിട്ട് അനുഭവമുള്ള ആളുകളാണെങ്കിലും കമൻറ്റ് ചെയ്യണേ. പിന്നെ ഞങ്ങളിങ്ങനെ വീഡിയോ ഇടുന്നതൊക്കെ ആദ്യമായിട്ടാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. അപ്പം വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. നമ്മുടെ പാറക്കുട്ടീൻ്റെ പല്ല് തേപ്പ് ഇവിടെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്യരുതെന്ന് പറഞ്ഞാൽ അത് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ കൂടുതൽ താല്പര്യം കാണിക്കുക മക്കൾ. അതേപോലെ തന്നെയാണ് പാറക്കുട്ടി. അവിടെ മഴവെള്ളത്തിൽ കളിക്കരുതെന്ന് പറഞ്ഞാൽ അവർക്ക് കളിച്ചാലേ ഒരു സമാധാനം ഉണ്ടാവുള്ളൂ. മഴ തോന്നുന്ന സന്തോഷത്തിൽ ആൾ ഏതായാലും പൈപ്പിൻ്റെ അടുത്തേക്ക് ഓടി പോയിട്ടുണ്ട്. കാരണം മറ്റൊന്നുമല്ല, ബാക്കിയുള്ളത് കളി ഇനി പൈപ്പിൻ്റെ അടുത്ത് ചെന്നിട്ടാവാലോ.